താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പാചകവാതക വിലവർധനവിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ മെയ് 8 കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. ജനങ്ങൾക്ക് ദുരിതകാലം. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി മെയ് 8 കരിദിനം ആചരിക്കുന്നു. വർദ്ധിപ്പിച്ച ഗ്യാസിന്റെ വില ഉടൻ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാചകവാതക സിലിണ്ടറിന് തോന്നും പോലെ വില കൂട്ടി നിങ്ങൾക്കെതിരാണ് സമരം. പാചകവാതകത്തിന്റെ അമിതമായ വിലവർധനവിൽ പ്രതിഷേധിച്ച് മെയ് 8 ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കരിദിനമായി ആചരിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരളത്തിലെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടന്ന ധർണയുടെയും മാർച്ചിന്റെയും ഭാഗമായി അങ്കമാലി മേഖലയിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിലെ വർക്ക് ചെയ്യുന്നവരുടെയും നമ്മുടെ റോഡിലിറങ്ങി ഓരോ പരിപാടികൾക്ക് പോകുന്നവരുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടാണ്. കാരണം കാറ്ററിംഗ് ഫീൽഡിൽ അവരുടെ വിദ്യാഭ്യാസങ്ങളുടെ ഗ്യാസിനെ വില വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഫുഡിൻ്റെയും ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും. പിന്നെ ഗ്യാസ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അത് വേറെ. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. അതുകൂടാതെ തന്നെ ഇവരുടെ കാറ്ററിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരെല്ലാവരും ഈ ഒരു മേഖലയിൽ ജോലി സാധ്യത കൊണ്ടാണ് അവരുടെ കുടുംബം ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ മേഖലയിൽ തൊഴിലില്ലാണ്ടായ അവരുടെ കുടുംബവും പട്ടിണിയിലേക്കാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസോസിയേഷനുകൾ ഇതേപോലെയുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ഗ്യാസിൻ്റെ വർധനവ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ 3 മാസത്തിനുള്ളിൽ 1500 ചില്ലാനം രൂപയാണ് ഇവരുടെ ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മേഖല തന്നെ ഇവർക്ക് ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അങ്കമാലി മേഖല പ്രസിഡന്റ് ചെറിയാൻ KP ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേറ്ററിംഗ് മേഖല നിലവിൽ നേരിടുന്ന കടുത്ത പ്രതിസന്ധികളെക്കുറിച്ച് സെക്രട്ടറി എഡ്വേർഡ് ജോസഫ് വിശദീകരിച്ചു. മേഖലാ ട്രഷറർ സിബി ജോസഫ്, സോജി ജോസഫ് എന്നിവർ സംസാരിച്ചു.